ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കട്ടിങ്ങിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് ഈ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതൊന്ന് രണ്ടും കൂടി ഒന്ന് നല്ല ഭാഗം വെച്ചങ്ങാണ്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒരു പതിച്ചടി കൂടി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നെക്ക് വരച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് വിടുത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 5 ഇഞ്ചാണ്. അതും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ടൊരു ബോക്സ് ആക്കിയിട്ട് ആ ബോക്സിനകത്ത് നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നെക്ക് വരച്ചെടുക്കാം കേട്ടോ. ക്യാൻവാസ് ഒന്നും വെച്ച് കൊടുക്കാതെ നമ്മൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ഈ ചെയ്തെടുക്കുന്നത്. ഇനി ഈ നെക്കിന് ചുറ്റുമായിട്ട് ഒരു 2.5 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ നെക്ക് ഏത് ഷേപ്പിൽ എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലുള്ള നെക്ക് ഡിസൈനാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഈ ഭാഗത്ത് കൂടി ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വരച്ചെടുത്ത ഈ ഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഉള്ളിലൂടെയല്ല, ഈ പുറത്തുള്ള ഈ ഒരു ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നെക്ക് ഒരു സൈഡിൽ മാത്രമാണല്ലോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി മറ്റേ ഭാഗത്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് മറ്റേ ഭാഗത്തും കൂടെ പതിഞ്ഞ് കിട്ടും കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി ഒന്ന് വരഞ്ഞ് കൊടുക്കുക കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത്. ഇതിന് താഴെയായിട്ടോ നമ്മൾ സിബിന് ലൈൻ വരച്ച് കൊടുക്കാനുണ്ട്. അത് പിന്നെ നമുക്ക് പിന്നെ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പീസിന്മേൽ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാം. ഈ ഒരു പീസിന്മേൽ ഈ ഒരു ക്രോസ് പീസ് നമുക്ക് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിന് കട്ടിങ് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് തിരിച്ച് വെച്ച് ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കുക. ഇവിടെ ക്രോസ് പീസ് തന്നെ വെച്ച് കൊടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സിഗ്സാഗിൻ്റെ ലേസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് ലേസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളത് നമുക്ക് ഈ ഒരു പീസിൽ നെക്ക് ഡിസൈന് വേണ്ടി ചെയ്തെടുക്കാം. ഇനി ഈ സമയത്താണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഏത് അളവിലുള്ള സിബാണ് എടുക്കുന്നത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് ഈ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടം വരെയായിട്ട് നമ്മൾ ലൈൻ വരച്ച് കൊടുക്കേണ്ടത്. ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെക്ക് വരച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. നമ്മൾ സാധാരണ എംബ്രോയ്ഡറി നെക്കൊക്കെ വെക്കാറില്ലേ, അതിന് സിബൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ നെക്ക് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നെക്ക് വരുന്നത് സെൻറ്ററിൽ തന്നെയാണോ വരുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് ചെയ്തെടുക്കുമായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ സിബിന് വേണ്ടിയിട്ട് അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നല്ലോ, അവിടെയും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് കട്ടായി പോവാതെ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നെക്കിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് കൂടെ സിബ് വെക്കുന്ന അവിടെ നിന്നും തയ്ച്ച് തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് പൈപ്പിംഗ് ചെയ്ത ആ ഭാഗത്ത് കൂടെ തയ്ച്ചെടുക്കാം. സാധാരണ നമ്മൾ ഒരു സിബ് നൈറ്റി എങ്ങനെയാണോ തയ്ച്ചെടുക്കുന്നത് ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അത് തയ്ച്ചെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ മതിയെന്ന് നമ്മുടെ കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്.
ഇനി നമ്മൾ ഈ ഒരു സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ പൈപ്പിംഗ് കൊടുത്ത ഈ ഭാഗത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് സിബ് വെച്ച് കൊടുക്കണം കേട്ടോ. സിബ് വെക്കാനായിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സിബ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 ഇഞ്ചിലുള്ള 2 പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ സിബിൻ്റെ മുകളിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഭാഗത്തും ഇതുപോലെ തന്നെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ ഇത് നൈറ്റിയിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ താഴെ ഈ രീതിയിൽ കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിബൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ബാക്ക് നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് എടുത്ത് വെച്ചിരുന്നല്ലോ, അത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗത്ത് ഒന്ന് കട്ടിങ് കൊടുക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂലുമ്മൽ കട്ടാക്കാതെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് 2 ഷോൾഡറും കൂടെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് ഷോൾഡറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേ ഷോൾഡറും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് നെക്കിലൂടെ പോയിട്ട് മറ്റേ ഷോൾഡർ അവസാനിക്കുന്ന രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല വശം കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കുഴിച്ച് വെട്ടിയിരുന്നല്ലോ, അത് ഫ്രണ്ട് പാർട്ട് തന്നെ വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ 2 സ്ലീവും നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ 2 സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ വശം കൂടെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നൈറ്റി വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ.